some ideas of grand unification theory. Okay. Okay, so basically this unification theories എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെല്ലാം ഒരുമിപ്പിക്കുന്ന പരിപാടിയാണ്. നമുക്ക് വി ഹാവ് എ 4 ഫണ്ടമെൻ്റൽ ഇൻറ്ററാക്ഷൻസ് ബേസിക്കലി. Four fundamental interactions. അതെന്ന് പറയുന്നത് we have this gravitational, strong nuclear, weak nuclear, and this electromagnetic. അല്ലേ? അതിൽ these are all happening in different energy scales, and if you have so ultimately right now we have നാല് എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് ആണ് നമുക്കുള്ളത് അല്ലേ. We have photons for this electromagnetic, W and Z bosons for the weak nuclear, and gluons for the strong nuclear, and we don't know that about gravitational, but we supposed to have a graviton for this gravitational. Okay, so this is the standard concept of this fundamental forces or fundamental interactions, and we are trying to club each and everything together so that can you at any energy scale, ഏതെങ്കിലും ഒരു എനർജി സ്കെയിലിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഫോഴ്സിനെയും കൂടെ ഒരു ഫോഴ്സ് പോലെ പറയാൻ പറ്റുമോ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഈ യൂണിഫിക്കേഷൻ എന്ന് പറയാം. ഈ ഒരു യൂണിഫിക്കേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതായത് വീക്കും ഇലക്ട്രോ മാഗ്നറ്റിക്കും കൂടെയുള്ള യൂണിഫിക്കേഷൻ നടത്തിയത് നമ്മൾ വിളിക്കുക ഇലക്ട്രോ വീക്ക് തിയറി എന്നാണ്. ഇലക്ട്രോ വീക്ക് തിയറി. That is done by Weinberg and Salam. Salam is a Pakistan physicist. അവർ ആണ് ഇത് ഇലക്ട്രോ വീക്ക് തിയറി ചെയ്തത്. അപ്പോൾ ഇലക്ട്രോ വീക്ക് തിയറി ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് പാർട്ടിക്കിൾസ്, അതായത് ഫോട്ടോണും ആൻഡ് ദിസ് W Z bosons will behaves like a single particle having 4 components. 4 കമ്പോണൻ്റ് ഉള്ള ഒരു സിംഗിൾ പാർട്ടിക്കിൾ ആയിട്ട് അത് മാറും. ഓക്കെ, അതിൽ ഒരു കമ്പോണൻറ്റ് ഫോട്ടോണും ബാക്കി 3 കമ്പോണൻറ്റ് W പ്ലസും W മൈനസും Z0 ആയിട്ട് മാറും. ഓക്കെ, മേ ബി ഐ എം കോളിംഗ് ദറ്റ് പാർട്ടിക്കിൾ to be some D, then it has some 4 components. Maybe that is one will be gamma, another will be W plus, another will be W minus, and then will be a Z0. Okay, so in electroweak theory that the exchange particle will be a new particle, not necessarily to be D, but I'm just naming it D, but that particle must be having ഒരു 4 components. Okay, ഇനി നമ്മൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നതാണ് ഇവിടെ എഴുതുന്ന ഈ പറയുന്ന we could combine these 3, ഈ മൂന്നിനെയും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ദിസ് ഈസ് ദ ഗ്രാൻഡ് യൂണിഫിക്കേഷൻ. Grand unification theory. Okay, and of course the question is that whether you can combine all the 4, ഈ നാലിനെയും കൂടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് തിയറി ഓഫ് എവറിത്തിങ് എന്നാണ്. തിയറി ഓഫ് എവറിത്തിങ്. That is not yet proposed or not yet. Okay. അപ്പം തിയറി ഓഫ് എവറിത്തിങ്ങിന് പല തടസ്സങ്ങളുണ്ട്. കാരണം ഇത് ഗ്രാവിറ്റേഷണൽ എന്ന് പറയുന്നത് ശരിക്കും ഇതുപോലത്തെ ഒരു ഫണ്ടമെൻ്റൽ ഇൻട്രാക്ഷൻ ആണോ എന്ന് തന്നെ നമുക്ക് ഒരു സംശയമുണ്ട് ഇപ്പം. ഓക്കെ, ലോട്ട് ഓഫ് തിങ്സ്, ആൻഡ് ദാറ്റ് ഈസ് വെരി ലാർജ് സ്കെയിൽ സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ കാര്യമായിട്ട് പറയാം. വി കനോട്ട് ഐഡൻറ്റിഫൈ ദറ്റ് ഫോർ എ ക്വാണ്ടം പാർട്ടിക്കിൾ. ഗ്രാവിറ്റേഷണലി സ്ട്രോങ് ബൗണ്ട് ക്വാണ്ടം പാർട്ടിക്കിൾ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട്. So it is very I mean
not easy to club gravitation with this. So currently we are doing this, the coupling of electromagnetic with weak and strong nuclear forces. Nuclear force electromagnetic കൂടിയുള്ള ഒരു യൂണിഫിക്കേഷനെയാണ് നമ്മൾ ഗ്രാൻഡ് യൂണിഫിക്കേഷൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, so let us move further. സോ അതിൻ്റെ എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഗ്രാൻഡ് യൂണിഫിക്കേഷൻ തിയറിയെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, in both several questions arise which are not addressed by the basic principles, basic theories. Both leptons and quarks appear to come in several generations of doublets with all particles having spin half. സോ നമ്മൾ കുറച്ച് ക്വാർക്സുകളെയും നമ്മൾ ലെപ്റ്റോൺസുകളെയും നോക്കുകയാണെങ്കിൽ, quarks and leptons, they are the fundamental particles, like fundamental particles. So they forms as doublets. For example, if you have an up quark, you must have a down quark. So that forms a pair in most cases. And then if you have a charm and strange, will be a pair, and this top and beauty will form a pair. Similarly, there are pairs with leptons, like electron and its neutrino form a pair with the electron leptons family. Okay, and this muons and of course is E minus. Okay, muon and muons neutrino, that is mu, form a doublet. Okay, and this tau particle with its corresponding neutrino will form a doublet. So all these are pairs with some certain generations, and all of them having എല്ലാവരുടെയും സ്പിൻ എത്രയാണ്? These are all having spin half. So is there any connection between the spin of the system and the formation of this as a doublets എന്നുള്ളതൊക്കെ പല ക്വസ്റ്റ്യൻസ് നമ്മൾ അറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്വാർക്സിനും ലെപ്റ്റോൺസിനും കോമൺ ആയിട്ട് ഒരു ക്വാർക്സ് എന്ന് പറയുന്നത് ദറ്റ് ഇസ് ഗവേൺഡ് ബൈ സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ്. ലെപ്റ്റോൺസ് ഇസ് അബ്സല്യൂട്ട്ലി വീക്ക് ആൻഡ് ഓഫ് കോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക്. സോ വി ഓൾറെഡി ക്ലബ് ദിസ് ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് വീക്ക്. സോ ക്യാൻ ഐ ക്ലബ് ക്വാർക്സ് ടു ഇറ്റ്? ഇതിൻ്റെ കൂടെ ക്വാർക്സിനും കൂടെ ചേർക്കുകയാണെങ്കിൽ that will be the grand unification theory which we want to propose. Okay, അപ്പോൾ അതിലേക്കുള്ള ഒരു ക്ലൂ ആണോ ഈ ക്വാർക്സിൻ്റെയും ലെപ്റ്റോൺസിൻ്റെയും ഈ ഒരു കോമൺ നേച്ചർ എന്നാണ് ഇവിടെ ക്രെയിൻ പറയുന്നത്. ഓക്കെ, so he is saying that is this merely a coincidence or is it an expression for a more fundamental theory? So ഇത് ഒരു leading to a more fundamental theory എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. More fundamental theory. Okay, so it is possible to unify all three particles interactions into a single framework. So that is our idea. Okay, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ എനർജി കൂടുതലായി കൂട്ടുന്നിടത്തോളം, ആസ് വി മൂവ് ഫർദർ ആൻഡ് ഫർദർ ഹയർ എനർജിയിൽ പോകുന്ന സമയത്ത് പാർട്ടിക്കിൾസിൻ്റെ ഇൻറ്ററാക്ഷൻസ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, പാർട്ടിക്കിൾ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. Will be different, but it is the same time it will be simple. Okay, so for example, we consider a result of electron positron collision. Electron positron normally നമുക്ക് എന്തുണ്ടാവും, ഒരു പെയർ അനിഹിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും, we can have some particle, some photon, അല്ലെ, ഒരു ഫോട്ടോൺ ഉണ്ടാവും. Okay, for example, for suppose we have an electron and proton. I will write in the next page. So you have ഒരു ഇലക്ട്രോൺ ഉണ്ട്, positron ഉണ്ട്. So this is your electron which is moving in this way, this is your positron which is moving in this way. So they are forming a photon. So the electron positron collisions indicated in this figure at energies well below 100 GeV. Okay, 100 GeV. Z0 production is not possible. ഇത് എന്തുണ്ടാവുള്ളൂ, ഇത് ഫോട്ടോൺ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുകയും വേണമെങ്കിൽ ഫോട്ടോണിൽ നിന്ന് പിന്നീട് നമുക്ക് എന്തുണ്ടാക്കാം, ഒരു ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയർ ഫോം ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അറ്റ് സർട്ടൻ ഹയർ എനർജീസ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്വാർക്ക്
and this is the anti-quark. Okay. So ഇതേ എക്സ്പെരിമെൻ്റ് തന്നെ if you have very high energy, for example, so this is an energy well below 100 GeV. അത് കട്ടായോ? ഒരു സെക്കൻഡ്. ഓക്കെ ഒരു സെക്കൻഡ്. വിളിച്ചു തന്നായി ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കേട്ടില്ലേ? ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ എടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെ എത്തിന്നറിയാം. അതെന്താണെന്നറിയോ, ഞാൻ ഈ ബോർഡ് മാത്രമല്ലേ നോക്കുന്നുള്ളൂ, മറ്റേ നോക്കുന്നില്ലല്ലോ. സാധാരണഗതിയിൽ അങ്ങനെ നെറ്റ് കട്ടാവാറില്ല. ഒരു സെക്കൻഡ്. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാ നിങ്ങൾ കേട്ടത് ഇപ്പൊ ലാസ്റ്റ്? ആക്ച്വലി സാർ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോഴേക്കും ആണല്ലേ? ഫസ്റ്റ് പേജ്. ഓക്കെ. ഇപ്പൊ കാണാണ്ട ബോർഡ് കാണാണ്ട? ഇതൊന്നും ഉണ്ടായില്ല? ഇല്ല സർ. അയ്യോ, ഇതും ഇല്ല അല്ലേ? ഇത് മാത്രം. ഇത് ഫുള്ളും പറഞ്ഞു അല്ലേ? ഓക്കെ സോറി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചിത്രമൊക്കെ വരച്ചിരുന്നു. അതായത് ഇത് പറയുന്നത് ക്വാർക്സും ലെപ്റ്റോൺസും, അതായത് നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ക്ലബ് ചെയ്യേണ്ടത് ഈ ക്വാർക്സിനെയും ലെപ്റ്റോൺസിനെയാണ്. ക്വാർക്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ലെപ്റ്റോൺസ് ആണെങ്കിൽ വീക്കും ഇലക്ട്രോ മാഗ്നറ്റിക്കും ചെയ്യുന്നത്. ഇവർ തമ്മിൽ ഒരു സിമെട്രി ഉണ്ടോ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ക്വാർക്സിന് ഇങ്ങനെ കുറച്ച് ക്വാർക്കുകൾക്ക് ഇങ്ങനെ പെയറുകളുണ്ട്. UD എന്ന് പറയുന്ന ഒരു പെയർ, ഓക്കെ. CS അതായത് ചാം സ്ട്രേഞ്ച് ക്വാർക്ക് ഒരു പെയർ, ടോപ്പ് ബ്യൂട്ടി ഒരു പെയർ, ഓക്കെ. ഇതുപോലെ തന്നെ ലെപ്റ്റോൺസിന് ഇലക്ട്രോൺ ആൻഡ് ഇലക്ട്രോൺ ന്യൂട്രിനോ ഒരു പെയർ, മ്യൂവോൺ ആൻഡ് മ്യൂവോൺ ന്യൂട്രിനോ ഒരു പെയർ, ടോ ആൻഡ് ടോ ന്യൂട്രിനോ ഒരു പെയർ, ഓക്കെ. സോ ഇങ്ങനത്തെ ഇതൊക്കെ സ്പിൻ ഹാഫാണ് തന്നെ. ഇവരെല്ലാവരും ഈ ക്വാർക്കുകളും അതെ, ഈ ലെപ്റ്റോൺസും അതെ, എല്ലാവരും സ്പിൻ ഹാഫാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സിമെട്രി, ഇതൊക്കെ സ്പിൻ ഹാഫാണ്. ഇതെല്ലാം ഇതുപോലത്തെ ഇങ്ങനത്തെ കുഞ്ഞു ഡബ്ലറ്റ്സുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്. സോ ഈസ് ഇറ്റ് ലീഡിങ് ടു എ മോർ ഫണ്ടമെന്റൽ തിയറി എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. ഓക്കെ. സോ ഈസ് ദിസ് എ ക്ലൂ ടു ഫോർ യൂണിഫിക്കേഷൻ ഓഫ് ദിസ് ന്യൂക്ലിയർ ഫോഴ്സ് വിത്ത് ദിസ് ഇലക്ട്രോമാഗ്നറ്റിക്. ഓക്കെ. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതൽ എനർജികളിൽ, ഹയർ എനർജികളിൽ പാർട്ടിക്കിൾ ഇൻട്രാക്ഷനെ സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. കാരണം നമ്മൾ പണ്ട് പറഞ്ഞത് ഈ യൂണിവേഴ്സ് ഉണ്ടായ സമയത്ത് ശരിക്കും ഈ പറയുന്ന എല്ലാ ഫോഴ്സും ഒരു സിംഗിൾ ഫോഴ്സ് ആയിരുന്നെന്നും പിന്നീട് എനർജി കുറഞ്ഞപ്പം അതിങ്ങനെ ഓരോന്ന് ഡീകപ്പിൾ ചെയ്ത് പോയതാണെന്നുമാണ് നമ്മൾ പറയാം. ഡീകപ്പിൾ ചെയ്ത് പോയത്. ഓക്കെ. സോ ഇഫ് യു ട്രേസ് ബാക്ക് ഇറ്റ് ഇൻ ദ ഹയർ എനർജി, നിങ്ങൾ ഇതിനെ പഴയ എനർജിയിലേക്ക് തന്നെ ഓക്കെ, അതിനെ റീട്രേസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ജോയിൻ വൺ ബൈ വൺ. ഇപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ചേർന്ന് ഒന്നാവും, ഇവിടെ എത്തുന്ന സമയത്ത് മൂന്നെണ്ണം ഒന്നാവും. ഓക്കെ. സോ ദാറ്റ് ഹാപ്പൻസ് അറ്റ് എ വെരി ഹൈ എനർജി. വെരി ഹൈ എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവ് ലെങ്ത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ വെരി ലോ ലെങ്ത്, വെരി ലോ ലാംഡ. ചെറിയ ദൂരങ്ങളിൽ അത്രയും ഹയർ എനർജികളിലുള്ള പാർട്ടിക്കിൾ ഇൻ്ററാക്ഷൻസിനെ പരിശോധിക്കുകയാണ് നമ്മൾ പിന്നീട് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ ഞാനൊരു ഇലക്ട്രോൺ പോസിട്രോൺ അനിഹിലേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് വെരി ലോ എനർജിയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ദാറ്റ് ഇസ് ഇലക്ട്രോൺ പോസിട്രോൺ അനിഹിലേറ്റഡ് ടു ഫോം എ ഫോട്ടോൺ, ഗാമ ഫോട്ടോൺ, വിച്ച് കുഡ് ഡികമ്പോസ് ഇൻ ടു എ ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയർ. ഒരു ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയർ വെച്ചിട്ട് അതിന് ഡികമ്പോസ് ചെയ്യാം. ഓക്കെ. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് എൻ എനർജീസ് മേ ബി ഗ്രേറ്റർ ദാൻ 10⁻⁶ GeV. ഓക്കെ. ദിസ് ഈസ് 100-നേക്കാൾ ഒരുപാട് കൂടുതലാണ് 10⁻⁶ GeV. Then the same interaction will be happened by the presence of a Z0 boson.
ഓക്കെ, അത് നടക്കുന്നത് തന്നെ വേറൊരു ബോസോണിൻ്റെ ടേംസിലായിരിക്കും. ഓക്കെ, ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ, അതായത് ദിസ് ഈസ് എൻ ഇലക്ട്രോൺ ആൻഡ് ദിസ് ഈസ് എ പോസിട്രോൺ, ബട്ട് instead of a gamma photon you must be having a Z0 boson, which definitely in turn branches to some quark and anti-quark pair. Okay, quark and anti-quark pair. Remember, whenever you drawing this, you always put a positive arrow to the particles. Here electron is a particle, quark is a particle, positron is an antiparticle, anti-quark is an antiparticle. Okay, അപ്പം ഇങ്ങനെ ഈ പറയുന്ന ഹയർ എനർജികളിൽ ഇത് രണ്ടും നടക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് ഈ ഗ്രാൻഡ് യൂണിഫിക്കേഷൻ പറയുന്നത്. ഓക്കെ, സോ ദി അൾട്ടിമേറ്റ് ഇഷ്യൂ ഓഫ് ഗ്രാൻഡ് യൂണിഫിക്കേഷൻ ഇസ് വെദർ സച്ച് എൻ എഫക്ട് ഓൾസോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരൊക്കെ വന്നു, ഇപ്പം ഇത്രയും എനർജി ആയ സമയത്ത് ഇവിടെ ഗാമയും സംഭവിച്ചു, Z0 സംഭവിച്ചു. ഒരേ റിയാക്ഷൻ തന്നെ യു ക്യാൻ ഡു വിത്ത് ഗാമ ആൻഡ് യു ക്യാൻ ഡു വിത്ത് Z0. ഓക്കെ, സോ ദിസ് ഈസ് ഹാർഡ്ലി, ഐ മീൻ ഇത്രയും ഹൈ എനർജിയിൽ ശരിക്കും ഇവിടെ ഗാമയാണോ ഉണ്ടാവുന്നത് Z0 ആണോ ഉണ്ടാവുന്നത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, അത് രണ്ടും ആ എനർജിയിൽ ഏകദേശം ഒന്നായ പോലെയാണ്. ഓക്കെ, ഏതൊക്കെ ഗാമേനെ റിലേറ്റഡ് ആയിട്ടുള്ള ആരാണ്, ദാറ്റ് ഈസ് ദ ഇലക്ട്രോ മാഗ്നറ്റിക്. Z0 എന്ന് പറയുന്നത് ആരാണ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിനി വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ് ഈസ് even in the higher energies greater than 10 raised to 6 GeV, can the same interaction will be governed by gluons. ഇത് gluons വെച്ച് നടക്കാൻ പറ്റുമെന്നാണ്, gluons. ഓക്കെ, അങ്ങനെ gluons, that is the question. The ultimate issue of grand unification is whether such an effect also occurs for gluons, so that the strong interaction also loses its individuality at some higher energy and the three interactions will take a common character. Okay, അപ്പം നോക്കൂ, ഇവിടെ 10 raised to 100 GeVക്ക് താഴെ, so you have that interaction is absolutely electromagnetic, and at 10 raised to greater than 10 raised to 6 it also takes the form of a weak nuclear, or നമുക്കിതിൽ ഏതാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഏതാണ് ഉണ്ടാവുന്നത് പറയാൻ പറ്റില്ല. So even in the high energies can the same interaction can be done by the exchange of gluons, so that all the three will lose its individuality and all the three becomes a one. Okay, so that is the question of the grand unification. Okay, അതാണ് ഗ്രാൻഡ് യൂണിഫിക്കേഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. ഓക്കെ, എങ്ങനെയാണ് അപ്പം അതിന് പറയുന്നത്, എങ്ങനെയാണ് ഈ ഹൈ എനർജി വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഹൈ എനർജിയിൽ നിന്ന് ലോ എനർജി ആയപ്പം എന്താണ് പോയത് എന്നുള്ളതാണ്. ഓക്കെ, so if there is a asymmetry among the three forces at higher energy, why do they appear different in studies we do at energies available in our accelerator laboratories? Okay, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഹൈ എനർജിയിൽ, വെരി ഹൈ എനർജിയിൽ വളരെ സിമെട്രിക് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, സിമെട്രിക് ആയിട്ടുള്ള ഒരു ഫോഴ്സ്. ഓക്കെ, അത് എനർജി കുറയുന്നിടത്തോളം അത് സ്പോണ്ടേനിയസ് സിമെട്രി ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. സ്പോണ്ടേനിയസ് സിമെട്രി ബ്രേക്കിംഗ്. ഓക്കെ, എന്താണ് സ്പോണ്ടേനിയസ് സിമെട്രി ബ്രേക്കിംഗ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് നമ്മളൊരു സാധനത്തിനെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇടുകയാണെന്ന് വെച്ചോ. ഓക്കെ, കല്ലിനെ എന്തെങ്കിലും ഇടുകയാണെന്ന് വെച്ചോ, അത് വളരെ സിമെട്രിക് ആയിട്ടാണ് അത് കാണുന്ന എല്ലാ ഭാഗത്തും അത് ഒരേപോലെയാണ് അതിന് ഫീൽ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് എ വെരി സിമെട്രിക് സറൗണ്ടിങ്സ് ഫോർ ദം. ഓക്കെ, അറ്റ് വൺ പോയിന്റ് ഇറ്റ് ഫേസസ് എ ബാരിയർ ലൈക്ക് ദിസ്. ഇതുപോലത്തെ ഒരു പാത്രം കമത്തി വെച്ചതെന്ന് വിചാരിക്കാം. പാത്രം കമത്തി വെച്ചതിൻ്റെ മുകളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഇതിന് നാച്ചുറലി ഒന്നുകിൽ എന്ത് വേണം, അത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അത് ഫോൾ ചെയ്യും അല്ലേ, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അത് വീഴും. ഓക്കെ, സോ ഇതുവരെ അതിനുണ്ടായിരുന്ന ആ ഒരു സിമെട്രി എവിടെ വെച്ചിട്ട് നഷ്ടപ്പെട്ടു, ഈ പോയിന്റിൽ വെച്ചിട്ട് നഷ്ടപ്പെട്ടു. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് സിമെട്രി ബ്രേക്കിംഗ് എന്ന് പറയാം. ഓക്കെ, സോ ഈ പറയുന്ന ഈ പാത്രം എന്ന് പറയുന്നതിന് പകരം എന്തെങ്കിലും ബാരിയറുകളാവാം. ഓക്കെ, മേ ബി സം എനർജി സ്കെയിൽസ് ഓർ സം other quantities. So that spoiling the symmetry of that ഫണ്ടമെൻ്റൽ ഇൻട്രാക്ഷൻ, ആ ഒരു ഹൈ എനർജി ഇൻട്രാക്ഷൻ്റെ സിമെട്രി നമുക്ക് അവിടെ ബ്രേക്ക് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് അവിടെ നിന്ന് ഗ്രാവിറ്റേഷൻ ആദ്യം പുറത്തു പോന്നു, പിന്നീട് അത് ബാക്കിയുള്ളത് സിമെട്രിക് ആയിരുന്നു, അതിന് ആര് പുറത്തു പോയി, സ്ട്രോങ് ന്യൂക്ലിയർ പുറത്തു പോന്നു. ഓക്കെ, so I will write this is the gravitational. Okay, so this is the strong nuclear, and further going there is weak nuclear is splitting down, and finally you have electromagnetic is remaining. Okay, so the weak nuclear.
and this electromagnetic. So this is happening from the Big Bang. ബിഗ് ബാങ് തൊട്ടിട്ട് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. ബിഗ് ബാങ്ങിൻ്റെ സമയത്ത് നമ്മുടെ എനർജി എന്ന് പറയുന്നത് വളരെ ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ആയിരുന്നു യൂണിവേഴ്സിന് ഉണ്ടായിരുന്നത്. ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ആൻഡ് ദാറ്റ്സ് സം സോർട്ട് ഓഫ് എ ക്വാർക്ക് gluon plasma or somewhat. So at that time there must be a unification of this all energies. എല്ലാ എനർജിയുടെ ഒരു യൂണിഫിക്കേഷൻ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. ഓക്കെ, നമ്മൾ ഇവിടെ വീണ്ടും നമ്മൾ എനർജി ഇതിന് കൂട്ടി കൊടുത്ത് എന്ത് ചെയ്യാൻ പോകണം, ഒരു ചെറിയ സ്കെയിലെങ്കിലും കുറേ എനർജി കൊടുത്തിട്ട് ഇതിനെല്ലാറ്റിനെയും യൂണിഫൈ ചെയ്യാൻ പറ്റുമോ, ബാക്ക് ട്രേസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ച് ഇതേപോലെ ഡയറക്ഷനിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ദി സ്പോണ്ടേനിയസ് സിമെട്രി ബ്രേക്കിംഗ് ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ഇൻ ദിസ് കൈൻഡ് ഓഫ് എ യൂണിഫിക്കേഷൻ. ആ യൂണിഫിക്കേഷൻ്റെ അത് വളരെ വലിയ ഒരു റോളാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് സ്പോണ്ടേനിയസ് സിമെട്രി ബ്രേക്കിംഗ് എന്നുള്ളത് ഒരു എക്സാമ്പിളും കൂടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നമ്മുടെ എസ്സേക്ക് അത് ആവശ്യമില്ല. സ്പോണ്ടേനിയസ് സിമെട്രി ബ്രേക്കിങ്ങിനെ പറ്റി പറയുന്നത് ഒരു ക്രിസ്റ്റൽ അയൺ പോലുള്ള സാധനം ഹൈ ടെമ്പറേച്ചറിൽ വളരെ റാൻഡമായി ഓറിയൻറ്റഡ് ആയിട്ടിരുന്ന ഒരു സാധനം. ഓക്കെ, ഇങ്ങനെ അതിൻ്റെ സ്പിന്നൊക്കെ വളരെ റാൻഡമായി ഓറിയൻറ്റഡ് ആയ സാധനം പെട്ടെന്ന് തണുപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ സ്പിൻ അല്ലെങ്കിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻസ് എല്ലാം ഒരേപോലെ ആവുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോഴല്ലേ ഇതിന് സിമെട്രി കിട്ടിയത്? അല്ല, ഇതിന് ഇവിടെയായിരുന്നു ഇതിന് സിമെട്രി ഉണ്ടായിരുന്നത്. കാരണം എല്ലാ ഭാഗത്തും ഇതിന് ചുറ്റും കാണുന്ന ഭാഗത്തൊക്കെ ഒരേപോലെ റാൻഡമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റേജിലെത്തിയ സമയത്ത് അതിന് എല്ലാം ഒരേപോലെയായി. അത് ഇറ്റ് ലോസസ് ഇറ്റ് സിമെട്രി. ഓക്കെ, അതിൻ്റെ അർത്ഥം വെൻ യു ഡിക്രീസ് ദി എനർജി, തണുപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ഡിക്രീസിങ് ദി എനർജി, there is a spontaneous symmetry breaking happen in this kinds of crystals എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ എനർജികളുടെ കേസിലും ലോവർ എനർജി ആയ സമയത്ത് ഈ സിസ്റ്റത്തിൻ്റെ പാർട്ടിക്കിൾ ഇൻട്രാക്ഷനുകൾക്ക് ഈ സിമെട്രി ബ്രേക്ക് ചെയ്തെന്നും ആ സിമെട്രി ബ്രേക്കിങ്ങിൽ നിന്നാണ് നമുക്ക് പുതിയ പാർട്ടിക്കിൾസുകൾ ഉണ്ടായതെന്നും പറയുന്നുണ്ട്. അതെ, അതായത് ഇവിടെ ആകെ ഒരു ഫോഴ്സേ ഉള്ളൂ. സോ ദർ മസ്റ്റ് ബി ഓൺലി വൺ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾ അല്ലേ. ഇവിടുത്തെ സമയത്തായിരിക്കും ഈ ഗ്രാവിറ്റോൺ പോയിട്ട് ബാക്കിയെല്ലാം ഒരു ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിളായി മാറി. ഇവിടുത്തെ സമയത്ത് അതിന് ഗ്ലൂവോൺ പുറത്തേക്ക് പോയി. ഇവിടുത്തെ സമയത്ത് അതിൽ നിന്ന് WZ ബോസോൺ പോയി. ആര് മാത്രമായി? ഫോട്ടോൺ മാത്രം ബാക്കിയാവുന്നു. ഓക്കെ, സോ in a previous stage the photons and gluons and WZ bosons and gravitons and whatever everything should be as a single particle ആയിരുന്നൊരു കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ തിയറിക്ക് പറയുന്ന പേര് തിയറി ഓഫ് എവറിത്തിങ് എന്നാണ്. നമ്മൾ ഏതുവരെ മതി? നമുക്ക് ഇവിടെ വരെ എത്തിയാൽ മതി, ഈ സ്ട്രോങ്ങിനെയും കൂടെ എത്തിയാൽ മതി. ഇതാണ് ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പോയിന്റ് ഓഫ് റീച്ചിങ്ങിനെയാണ് നമ്മൾ ഗ്രാൻഡ് യൂണിഫിക്കേഷൻ തിയറി എന്ന് നമ്മൾ ഇവിടെ പറയുന്നത് GUT. ഓക്കെ, അപ്പം ഈ ഒരു അനാലജി ശരിയാണെങ്കിൽ if the symmetry of the grand unified interaction is spontaneously broken, we may ask that at what energies the unification should occur. ഏത് എനർജിയിലാണ് ഈ ഇങ്ങനത്തെ യൂണിഫിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ദാറ്റ് ഐ ക്യാൻ റൈറ്റ്. സോ at what energies the unification should occur. At what energies? ഹലോ, അവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, at what energies അതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഓക്കെ, സോ അതിന് അപ്പോൾ ആ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിക്കിനെയും സ്ട്രോങ് ന്യൂക്ലിയറിനെയും വീക്ക് ന്യൂക്ലിയറിനെയും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക്കിൻ്റെയും സ്ട്രോങ് ന്യൂക്ലിയറിൻ്റെയും വീക്ക് ന്യൂക്ലിയറിൻ്റെയും നേച്ചർ നമ്മൾ ഒന്നും കൂടെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവർ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് പറയുന്നത് നമുക്ക് നടുവിലൊരു ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് വി ഹാവ് എ സെൻട്രൽ ചാർജ്. ഓക്കെ, so this can emit any number of photons. Okay, any number of photons, right? So these photons can form another particle anti-particle pair. Okay, some plus and some minus. Okay, here also you can form a plus and a minus. അങ്ങനെ ഇവിടെയൊക്കെ എന്തുണ്ടാവും? പ്ലസ് മൈനസ് ഉണ്ടാവാം. ഓക്കെ, ഈ മൈനസിന് വീണ്ടും എന്ത് ചെയ്യാം? ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യാം. ആ ഫോട്ടോൺസിന് എന്തുണ്ടാവും? അത് വീണ്ടും ഇതേപോലത്തെ പ്ലസ് മൈനസുകളൊക്കെ പിന്നെ ക്രിയേറ്റ് ചെയ്യും, അനിഹിലേറ്റ് ചെയ്യും, അങ്ങനെ പോകും. ഓക്കെ,
എത്ര ഫോട്ടോൺ ഇവിടെ നിന്ന് പോയാലും ദ സെൻട്രൽ ചാർജ് റിമെയിൻസ് ദ സെയിം. ഓക്കെ, അതായത് നിങ്ങൾ ഇവിടെയുള്ള മറ്റ് ചാർജുകളുടെയൊക്കെ എഫക്റ്റുകളെല്ലാം കടന്ന് ഉള്ളിലെത്തിയാലേ നിങ്ങൾക്ക് ആരെ അറിയാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇവിടെയുള്ള നിങ്ങളുടെ ആ ബെയർ ഇലക്ട്രോണിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് റേഞ്ചിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണെന്നും ബിക്കോസ് എത്ര ഫോട്ടോൺ ഇതിൽ നിന്ന് പോയാലും അതിൻ്റെ ഉള്ളിലത്തെ ചാർജിനെ ആര് കൊണ്ടുപോകുന്നില്ല, ഫോട്ടോൺ കൊണ്ടുപോകാത്തത് കൊണ്ട് when you come closer to this you have a strong interaction. Strong interaction in the sense a very strong field of we expect electromagnetic interaction to increase in strength as we go to higher energy. ഇതിലേക്ക് ഹയർ എനർജി എന്ന് പറയുന്നത് ഷോർട്ട് ലെങ്ത്തിലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ എനർജി കൂടി വരും. ഓക്കെ, ഇതിൻ്റെ അതേ കമ്പാരിസൺ ആയിട്ട് ഞാൻ ഇപ്പുറത്ത് if I am plotting an up quark which is blue in color. Okay, so ഇത് definitely this will gives rise to some gluons അല്ലേ. സോ കുറേ ഗ്ലൂവോൺസ് ഇത് പുറത്തേക്ക് വിടും. ഓക്കെ, ഈ ഗ്ലൂവോൺസിൽ സ്വാഭാവികമായിട്ട് ഇറ്റ് ടേക്സ് അവേ ഇറ്റ്സ് ബ്ലൂ കളർ സോ ദാറ്റ് ഇറ്റ് ഷുഡ് ബി എ ബ്ലൂ ബാർ ആൻഡ് സം അതർ കളർ ദാറ്റ് ഇസ് മേ ബി റെഡ്. ഇങ്ങനെയുള്ള പെയറുകളായിട്ട് ഇവിടുത്തെ ഗ്ലൂവോൺസ് മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറുമ്പം എന്താ സംഭവിക്കുന്നത്, ഇറ്റ് ടേക്സ് അവേ ദ ബ്ലൂ കളർ അല്ലേ. ഇത് അതിൻ്റെ ബ്ലൂ കളറിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. നേരത്തെ ഫോട്ടോൺ എത്ര പോയാലും ഫോട്ടോൺ മഞ്ഞ കളറിലായിരിക്കുന്നത്, വെള്ള എന്നുള്ള സാധനത്തിന് കൊണ്ടുപോകുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ ഇവിടെ ദിസ് ക്വാർക്ക് ഇറ്റ്സെൽഫ് ഇസ് ബ്ലൂ ആൻഡ് ദ ബ്ലൂ കളർ ഇസ് ഗോൺ ബൈ ദിസ് ഗ്ലൂവോൺസ് അല്ലേ. ഗ്ലൂവോൺസ് അതിൻ്റെ ബ്ലൂ കളറിനെ കൊണ്ടുപോകും. ഓക്കെ, അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇഫ് യു കം ക്ലോസർ ആൻഡ് ക്ലോസർ, നിങ്ങൾ ഇതിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അതിൻ്റെ കളറൊന്നും ബാക്കിയില്ലാതെ വരും. ഓക്കെ, അഥവാ the strong interaction of the U quark is determined by its color field, that is the spatial distribution of this blueness which becomes spread out over a volume characteristic of the range of virtual gluons. നിങ്ങൾ ഇവിടെ എഴുതിയ അതിൻ്റെ ഈ കളറിൻ്റെ ഒരു സ്പ്രെഡ്നെസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. whereas there is no spreadness of charge of the central electron. Okay, it is not at all altered, but here the color, ഇവിടെ ചാർജ് ആണെങ്കിൽ ഇവിടെ കളറാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ അതേപോലത്തെ സാധനം. അത് ഇതേപോലെ ഇങ്ങനെ കലർന്ന് പോവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ അടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ബ്ലൂ കളറേ ഇല്ലാത്ത പോലെ തോന്നും. അതുകൊണ്ടാണ് രണ്ട് ക്വാർക്സ് ഒരു പരിധി കൂടുതൽ അടുത്ത് വരുന്ന സമയത്ത് എന്തില്ലാത്തത്, അതിൻ്റെ ഫോഴ്സ് തീരെ അനുഭവപ്പെടാത്തത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിന് അസിംപ്റ്റോട്ടിക് ഫ്രീഡം എന്ന് പറഞ്ഞിരുന്നു. അസിംപ്റ്റോട്ടിക് ഫ്രീഡം, if two quarks are coming together, like coming very much closer, it is very free to move. Okay, so that is it's because of the spreadness of this color. Okay, ഏകദേശം ഇതേപോലെ തന്നെയാണ് ആരുടെയും വീക്ക് ന്യൂക്ലിയറിൻ്റെയും എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് ഇവിടെ പറയുന്നത്. if you have some center of the weak nuclear, okay, maybe some electron itself, but in the case of a weak nuclear field, the W bosons are going, they have charge W plus, like W minus or W plus or whatever be. ഈ ചാർജ് പോകുന്ന സമയത്ത് സപ്പോസ് W മൈനസ് ആണ് പോകണമെന്ന് വെക്കാം. W മൈനസ് ആണ് പോകുന്നതെങ്കിൽ ഇറ്റ് ടേക്സ് അവേ ദിസ് നെഗറ്റീവ് ചാർജ് അല്ലേ. നെഗറ്റീവ് ചാർജിനെ എടുത്തിട്ടാണ് ഇത് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനും ലോവർ എനർജിയിൽ വരുന്ന സമയത്ത് ദിസ് ഹാസ് ലീസ്റ്റ് force. Okay, so I'll just summarize this by reading out the description of these figures. ഈ ഫിഗർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ കൊടുത്തതുപോലെ നോക്കി വരയ്ക്കുക, ഞാൻ വരച്ചതുപോലെയല്ല. ദാറ്റ് ഈസ് 18.39. ഫിഗർ 18.39 ആണ് ഈ വരച്ചിരിക്കുന്നത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് essay. Okay, so the first one, that is this electron is surrounded by a virtual electron positron pairs resulting from a virtual photon emission. So at short distances the electric force on a test charge will increase. Okay, on the other hand a blue quark, ഇതിൽ red quark എന്നാണ് എഴുതിയിരിക്കുന്നത്. why this is a red quark, blue അല്ല ഇത്.
Yeah, maybe whatever. Yeah, okay. A quark is emitting virtual RB bar color gluons, spreads its red, okay, its color, okay, change over large volume of space, thereby reducing this color of a test hadron at a small distance. അതായത് ഇവിടെ ഇതിൻ്റെ സെൻറ്ററിലാവുന്ന സമയത്ത് ഇവിടെ ചാർജ് പോകുന്നില്ല എന്നുള്ളത് പോലെയല്ല, ഇവിടെ അതിൻ്റെ കളറ് പോകുന്നു. അതുകൊണ്ട് തന്നെ അറ്റ് ഷോർട്ടർ ഡിസ്റ്റൻസസിൽ യു ഹാവ് എ ലെസ് ഫോഴ്സ്. ദിസ് പാർട്ടിക്കിൾ വിൽ ഫീൽ എ ലെസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ബൈ നിയർ ബൈ. ഓക്കെ. The similar electron emits a virtual WZ boson, spreading its weak interaction and effectively reducing the weak force on a test particle penetrating to small distances. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്മോൾ ഡിസ്റ്റൻസുകളിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രോ മാഗ്നറ്റിക്കിന് ശക്തി കൂടുമെന്നും സ്ട്രോങ്ങിനും വീക്കിനും ശക്തി കുറയുമെന്നുമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ഓക്കെ. സോ ദി സ്ട്രോങ് ഇൻട്രാക്ഷൻ, ഓക്കെ, ആ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് അവിടെ എഴുതിയിട്ടുള്ളൂ. So okay, so the actual calculated rate of change of the interactions with the distance of energy is shown in figure. അപ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ ഈ പറയുന്ന മൂന്ന് ഫോഴ്സുകളുടെയും ഒരു സ്ട്രെങ്ത് ഓഫ് ഇൻറ്ററാക്ഷൻ അറ്റ് പർട്ടിക്കുലർ ഡിസ്റ്റൻസസിലേക്ക് എന്താവുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് ഐ എം ഗോയിങ് ടു പ്ലോട്ട് ദിസ് diagram. That is, we have an axis, this axis, this is we need a 3-axis diagram basically. Okay, and I will write everything here. It is the strength of interaction, strength of interaction. This is the energy, or called mass energy. Here it is the distance, or probably the 1/, distance. Okay, the distance raised to -1 ആയത്. I don't believe it's 10 raised to. ഓക്കെ, ഡിസ്റ്റൻസ് വെച്ചാൽ അത് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് പോകുമ്പം 1/, ഡിസ്റ്റൻസ് കൂടി വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കുറഞ്ഞു വരിക എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി 1/, ഡിസ്റ്റൻസ്. അപ്പം നമ്മൾ ഇതിൻ്റെ റൈറ്റിലേക്ക് പോകുന്നിടത്തോളം 1/, ഡിസ്റ്റൻസ് കൂടി വരും. 1/, ഡിസ്റ്റൻസ് കൂടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കുറഞ്ഞു വരും. അപ്പോൾ അതിനെ ഈ ആക്സിസിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് 1/, ഡിസ്റ്റൻസ് എഴുതിയത്. ഓക്കെ, സോ അറ്റ് വൺ പോയിന്റ് ദ ജനറൽ ബിഹേവിയർ ഓഫ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പം ശരിക്കും ഇതാരാണ്? ഇത് സ്മോൾ ഡിസ്റ്റൻസ് അല്ല, സോറി, ഇത് നല്ല ലാർജ് ഡിസ്റ്റൻസ്, ഇത് സ്മോൾ ഡിസ്റ്റൻസ്. അങ്ങനെയാണ് ഈ ചിത്രം കിടക്കുന്നത്. ഓക്കെ, ഇവിടെ മാസ് എനർജി ആണെങ്കിൽ ഇത് ലോ എനർജി, ഇത് ഹൈ എനർജി, ആൻഡ് ദിസ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ഇൻട്രാക്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പറയുന്ന സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് ദേ ഹാവ് a low energy spectrum at large distances, and that is increased to a high energy at a particular small distance. ഈ ഡിസ്റ്റൻസ് എത്തുന്ന സമയത്ത് അത് ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, ഇനി വീക്ക് ആണെങ്കിൽ, വീക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടെയും ഫ്ലാറ്റായിട്ട് മാറി direction, sorry, flat tide, that is. Okay, and electromagnetic behaves a little bit differently, and this should increase its strength. ഓക്കെ, ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു റേഞ്ച്. ഓക്കെ,
ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസിൽ ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പൈൻ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ, ആ എനർജിയെ നമ്മളിവിടെ വരച്ച് നോക്കുന്നു. ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് 10⁻31 meters. Okay, and that energy is 10⁻15 GeV. 10⁻15 GeV. Okay, but 10⁻15 GeV is the variation of interaction of strength with distance brings the basic interactions together at a 10⁻31. 10⁻31 meter എന്ന് പറയുന്ന അകലത്തിൽ, അതെന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയർ സൈസിനെക്കാട്ടിയും ചെറുതാണ്. ഓക്കെ, ഫെർമിനെക്കാട്ടിയും അതിൻ്റെ 10⁻15 ടൈംസ് പിന്നെയും ചെറുതാണ്. കാരണം 10⁻31 വിത്ത് എൻ എനർജി 10⁻15 GeV. ദാറ്റ് ഈസ് ടു മച്ച്. 10⁻15 GeVയിലാണ് നമുക്ക് എന്ത് സാധ്യമാവുന്നത്? ഈ പറയുന്ന ഈ മൂന്നിനെയും കൂടെ ഒരേ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്നത് സാധ്യമാവുന്നു. ഓക്കെ, സോ അറ്റ് ദിസ് പോയിന്റ് the coupling of leptons and quarks will happen. Okay, ഈ ഒരു പോയിന്റിൽ the coupling of leptons and quarks, leptonsഉം quarksഉം കൂടെ എന്ത് ചെയ്യും? കപ്പിൾ ചെയ്യും. ഓക്കെ, അങ്ങനെ കപ്പിൾ ചെയ്യുന്ന സമയത്ത് a quark can decompose to a lepton. A quark can decompose to a lepton by emitting another particle which is an X particle. ഒരു അൺനോൺ ആയിട്ടുള്ള പുതിയ പാർട്ടിക്കിൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വാർക്കിന് എന്തായിട്ട് മാറാൻ പറ്റും? ലെപ്റ്റോണായിട്ട് മാറും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതിലൊന്നും അങ്ങനെ ക്വാർക്ക് ലെപ്റ്റോണായിട്ട് മാറാറില്ല. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈസി ഇൻട്രാക്ഷൻ ദാറ്റ് പോസിബിൾ ഫോർ ക്വാർക്സ് ടു ഡീകേ ഇൻ ടു ലെപ്റ്റോൺസ് ത്രൂ എൻ എമിഷൻ ഓഫ് എൻ എക്സ് പാർട്ടിക്കിൾ. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് തിയറി ഇറ്റ് ഷുഡ് ബി പോസിബിൾ ഫോർ എ പ്രോട്ടോൺ ടു ഡീകേ. ഒരു പ്രോട്ടോണിന് ഡീകേ ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോഴത്തെ നിലവിൽ നമുക്ക് പ്രോട്ടോൺ ഡീകേ എന്ന് പറയുന്നത് വളരെ പറ്റാത്തൊരു സാധനമാണ്. ഓക്കെ, സോ എ പ്രോട്ടോൺ ഡീകേ വിൽ ബി പോസിബിൾ ഇൻ ദിസ് എനർജി. ഓക്കെ, ഇപ്പോൾ പ്രോട്ടോൺ ഡീകേ പറ്റാത്തതിന് കാരണം പ്രോട്ടോൺ ഡീക്കേയുടെ പ്രോട്ടോണിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 10⁻31 years ഒക്കെയാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേ ബി നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായ സമയത്തിനെക്കാട്ടിയൊക്കെ അല്ലെങ്കിൽ അതിനോട് കമ്പയറബിൾ ആയിട്ടുള്ള സമയമൊക്കെയാണ് പ്രോട്ടോണിൻ്റെ ലൈഫ് ടൈം പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഒരു സെക്കൻഡേ. ഓക്കെ, സോ ദ പ്രോട്ടോൺ ഡിക്കേ എന്ന് പറയുന്നത് ഭയങ്കര ലൈഫ് ടൈം കൂടിയ സാധനമാണ്. 10⁻31 or 32 ഒക്കെ അത്രയും പിന്നെ ഇയേഴ്സ് ഒക്കെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, സോ അത് ഈ ഒരു ഹൈ എനർജിയിൽ പോസിബിൾ ആവും എന്നുള്ളതാണ്. സോ പ്രോട്ടോൺ ഡീക്കേസ് ടു സം പയോൺസ് പ്ലസ് സം leptons. ഓക്കെ, സോ ഹൗ ദിസ് ഹാപ്പൻസ് എന്നുള്ളതും കൂടെ നമ്മളിവിടെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അതായത് പ്രോട്ടോൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു യു ആൻഡ് ഡി ക്വാർക്ക് സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത് ഒരു പ്രോട്ടോൺ. ഓക്കെ, അതിൽ ദിസ് so then the u goes to the u same, but here this u goes to some u bar by the emission of some x particle, and d will take this x particle and it becomes an positron. Okay, ഒരു പോസിട്രോൺ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ എഴുതിയത്. ഡി പ്ലസ് എക്സ് ഗീവ്സ് ഇ പ്ലസ്, അങ്ങനത്തെ റിയാക്ഷനിൽ നമ്മൾ നേരത്തെ എഴുതിയത് അല്ലേ? അതെ, ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എൽ അല്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ റിയാക്ഷൻ എഴുതി ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ലെപ്റ്റോൺ എന്നുള്ളത് പോലെയാണ് ഇവിടെ. ക്യൂവിന് പകരം യു റീപ്ലേസ് ക്യൂ വിത്ത് ഡി ക്വാർക്ക് ഗീവ്സ് so some x particle plus some positron, or inversely or anyway you can write it. Okay, so ഈ u bar എന്ന് പറയുന്നത് ഒരു എന്തായിരിക്കും? ഒരു ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയർ, ആൻഡ് ദാറ്റ്സ് എ pi0 meson.
vice meson, and this is the electron. So that is the Feynman diagram of this particular reaction. So such a reaction will be possible. Such a reaction will be possible if this strong unification is okay. Strong unification is okay. Okay. So this is what we call the decay of a proton into a pi 0 and electron, a positron, through an emission of a X particle. Well, ഇത്രയും ഹൈ എനർജി 10⁻15 GeVയിൽ ഇതുപോലത്തെ എക്സ് പാർട്ടിക്കിളിൻ്റെ ബേസിലാണ് നമ്മൾ ആരെ ഉദ്ദേശിക്കുന്നത്, ഈ ഗ്രാൻഡ് യൂണിഫിക്കേഷൻ തിയറി ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ സോ അവർ പറയുന്നത് ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ആക്സിലറേറ്റേഴ്സ് കുഡ് ഈസിലി പ്രൊഡ്യൂസ് ദിസ് കൈൻഡ് ഓഫ് ദിസ്. ഈ ഗ്രാൻഡ് യൂണിഫിക്കേഷൻ ഈസ് ഓൾമോസ്റ്റ് അച്ചീവ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എസ് എ. ഓക്കെ, അപ്പോൾ ഈ എസ് എ പറയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ എഴുതണം എന്നുള്ളത് ഒന്നുകൂടെ ഐ വിൽ ജസ്റ്റ് ഇൻഫോം യു. ഒന്ന്, ഈ പറയുന്ന ഫണ്ടമെൻ്റൽ ഇൻട്രാക്ഷൻസ് എന്തൊക്കെയാണെന്നും, ഓക്കെ, ആ ഫണ്ടമെൻ്റൽ ഇൻട്രാക്ഷൻസിന് അതിലെ 2 എണ്ണം കപ്പിൾ ചെയ്താൽ ഇലക്ട്രോ വീക്ക് തിയറി കിട്ടും, 3 എണ്ണമാണ് ഗ്രാൻഡ് യൂണിഫിക്കേഷൻ തിയറി, എല്ലാം കൂടെ ചേർത്ത തിയറി ഓഫ് എവറിത്തിങ് ആണ് എന്ന് പറയണം. ഓക്കെ, ഓരോന്ന് ചെയ്യുന്ന സമയത്തും അതിന് ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻ പാർട്ടിക്കിൾസ്, അതുവരെയുള്ള ഇൻട്രാക്ഷൻ പാർട്ടിക്കിൾസിൻ്റെ എല്ലാറ്റിൻ്റെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. ഉദാഹരണത്തിന് വീക്കും ഇലക്ട്രോ മാഗ്നറ്റിക്കോട് ചെയ്യുന്ന സമയത്ത് ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിന് ഗാമയുടെയും W+ൻ്റെയും W-ൻ്റെയും Z0യുടെയും നേച്ചർ ഉണ്ടാവും. ഓക്കെ ഓക്കെ ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വാർട്സിനെ കൂടെ അതിലേക്ക് ചേർക്കുന്നതിനെ പറ്റിയിട്ടാണ് ആലോചിക്കുന്നത്. സോ വി ലുക്ക് ഫോർവേഡ് ഫോർ ദ അണ്ടർലൈൻ സിമെട്രി of these quarks and leptons with they are forming doublets and with a spin half. Okay, so we are looking for a probing things in a very high energy or very low wavelength. So the particle we are looking for the particle interactions. അങ്ങനെയാണ് നമ്മൾ ഈ ഇലക്ട്രോൺ പോസിട്രോൺ പെയർ അനിഹിലേഷനെ ഒരു പർട്ടിക്കുലർ എനർജിക്ക് താഴെ ഫോട്ടോൺ വെച്ച് മീഡിയേറ്റ് ചെയ്യുന്നതായിട്ടും ഒരു പർട്ടിക്കുലർ എനർജിക്ക് മീതെ Z0 ബോസോൺ വെച്ച് മീഡിയേറ്റ് ചെയ്യുന്നതായിട്ടും മനസ്സിലാക്കുന്നു. ഓക്കെ, so then we are looking for that more than higher energy we can it do it with a gluon. Okay, gluon വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ഈ പറയുന്ന സ്പോണ്ടേനിയസ് സിമെട്രി ബ്രേക്കിങ്ങിൽ നിന്ന് ഏത് എനർജിയിൽ നിന്നായിരിക്കും ഇവരെല്ലാവരും കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ടാവുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതേ എനർജിയിൽ തിരിച്ച് ഇതിനെ ഒരിക്കൽ കൂടെ യൂണിഫൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇൻ ബിറ്റ്വീൻ യു ഹാവ് ടു റൈറ്റ് സംതിങ് അബൌട്ട് ദ സ്പോണ്ടേനിയസ് സിമെട്രി ബ്രേക്കിംഗ്. ഓക്കെ, then we draw this diagram of this electromagnetic strong nuclear and weak nuclear. The key point here is that in electromagnetic the central charge remains intact even if any number of photons are being emitted from the central charge, whereas the central color will be much depends on how much gluons you have spent on the surroundings. Okay, so the colorness is spread around in the strong nuclear, but the charge remains the same in the electromagnetic, so that at short ranges electromagnetic behaves very strongly, whereas the strong and weak will be much weaker at the very small distances, very small distances. Okay, so അത് വെച്ചിട്ട് നമ്മളൊരു ഡയഗ്രാം ഒക്കെ വരച്ചു. യു ഹാവ് എനർജി ആൻഡ് ഡിസ്റ്റൻസ് വിത്ത് സ്ട്രെങ്ത് ഓഫ് ഇൻറ്ററാക്ഷൻ. ഓക്കെ, സോ ദീസ് 3 സ്ട്രെങ്ത് ശരിക്കും പറഞ്ഞാൽ ആർക്ക് കൂടുതലാണ്? ഈ പറയുന്ന സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് കൂടുതലാണ്, പിന്നെ വീക്കിനും കൂടുതലാണ്, ഇലക്ട്രോമാഗ്നറ്റിക് കുറവാണ്. പക്ഷേ അത് ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ വരുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. അതായത് ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ആരാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ആണ്. ഏറ്റവും ചെറുതാരാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ആണ്. ഇതും ഇലക്ട്രോമാഗ്നറ്റിക്. പക്ഷേ നമ്മൾ പറഞ്ഞു ഈ ലെങ്ത് ചെറുതായി വരുന്ന സമയത്ത് ഈ സ്ട്രോങ്ങിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ്. ഓക്കെ, കുറഞ്ഞു വരികയാണ്. വീക്കും കുറഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ആര് കൂടിയിട്ടാണ് വരുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് കൂടിയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ അത്രയും ചെറിയ ഒരു ദൂരത്തിൽ 10⁻31 എന്ന ദൂരത്തിൽ ഇവർ 3 പേർക്കും ഒരേ സ്ട്രെങ്ത്തിലേക്ക് എത്തുന്നു. ഓക്കെ, അല്ലെങ്കിൽ അത്രയും അത് കറസ്പോണ്ടിങ് ആയ എനർജി 10⁻15 GeV എന്ന് പറയുന്ന എനർജിയിൽ ഇവർ 3 പേരും ഒരേ സ്ട്രെങ്ത് ഓഫ് ഇൻട്രാക്ഷനിൽ എത്തുന്നു. ആ എനർജിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവരെ ഒന്നിപ്പിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ എനർജിയിൽ ഉണ്ടാകുന്ന കൊളീഷൻസിലെല്ലാം ഇതുപോലത്തെ ക്വാർക്ക് ആരായിട്ട് മാറും? ലെപ്റ്റോൺ ആയിട്ട് മാറും. അതിന് ആരെ ഉണ്ടാവും? ഒരു എക്സ് പാർട്ടിക്കിളിനെ ആയിരിക്കും നമ്മൾ എമിറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്വാർക്ക് ലെപ്റ്റോൺ ആവാം, ഒരു പ്രോട്ടോണിന് ഒരു പയോണും ഒരു പോസിട്രോണുമായിട്ട് ഡീകേ ചെയ്യാം. Proton decay will be possible in this because normally proton decay is not possible.
ഓക്കെ, അത് ഈ അപ്പ് തന്നെയായിട്ട് തുടരും. യു ഒരു എക്സിനെ വെച്ചിട്ട് യു ബാർ ആവും. ഈ എക്സും ഈ ഡിയും കൂടെ ചേർന്ന് ഇവിടെ എന്തുണ്ടാവും, ഒരു പോസിട്രോൺ ഉണ്ടാവും. യു ബാർ വിൽ ബിക്കംസ് എ ടു ക്വാർക്ക് സിസ്റ്റം, ദാറ്റ് ഇസ് എ മെസോൺ, പൈ മെസോൺ ആൻഡ് എ പോസിട്രോൺ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പറയേണ്ടത്, ഈ പറയുന്ന ഗ്രാൻഡ് യൂണിഫിക്കേഷൻ തിയറിയുടെ എസ്സേയിൽ പറയുന്നത്. വളരെ ഷോർട്ടായിട്ട് പണ്ടൊക്കെ ചോദിച്ചിരുന്നതാണ്, ഇപ്പോഴത്തെ കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ, ഈ ക്വാർക്ക് ഡൈനാമിക്സ് പറഞ്ഞ സമയത്ത് ഞാൻ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ആലോചിക്കുകയാണ്. നമ്മൾ ചിത്രം, അതായത് ടെക്സ്റ്റിലെ ക്വാർക്ക് ഡൈനാമിക്സ് ചിത്രം ഞാൻ കഴിച്ചത് വിട്ടുപോയിരുന്നു പറയാൻ. അതായത് ഒരു ഫിഗർ 18.36 എന്ന് പറയുന്നതിൽ ഈ സ്ട്രോങ്ങിൻ്റെയും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കൂടെ ഒരു ഫീൽഡ് വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടെ രണ്ട് ചാർജ് ഉണ്ട്, പ്ലസും മൈനസും ഉണ്ടെങ്കിൽ നമുക്കറിയാം ഫീൽഡ് ലൈൻസ് പ്ലസിൽ നിന്ന് പോവുകയും മൈനസിലേക്ക് കൺവേർജ് ചെയ്യുകയും ചെയ്യും അല്ലേ. ഓക്കെ, സോ ഇഫ് യു ആർ ക്ലോസർ ഇനഫ് ദിസ്, അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഒരു ഏരിയ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ കൂടെ പോകുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കൂടുതലായിരിക്കും. സപ്പോസ് ഞാൻ ഇതിനെ ഒന്ന് അകത്തിയിട്ടാണ് വെക്കുന്നതെങ്കിൽ ഈ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിന് മാറ്റമൊന്നും വരില്ല അല്ലേ. 5 എണ്ണേ ഉള്ളൂങ്കിൽ 5 എണ്ണം തന്നെ ആയിട്ട് തുടരും. ആൻഡ് ഇഫ് ഐ പുട്ട് ദ സെയിം meter here, I mean same slab here, the number of field lines will be less അല്ലേ. So number of field lines passing through a particular area will be less if you separate these charges. ഇതിന് ചാർജസിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, പക്ഷേ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് അങ്ങനെയല്ല. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് നമുക്കൊരു ആറും ബി ബാറും ഉണ്ടെങ്കിൽ വെച്ചോ, അതിൻ്റെ ഫീൽഡ് ലൈൻസ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ നിങ്ങൾ അതിനെ വല്ലാതെ അകറ്റുന്ന സമയത്ത് എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ സെപ്പറേറ്റ് ഇൻ ടു സം 2 ക്വാർക്സ്. ഇവിടെ ഇതിങ്ങനെ മുറിഞ്ഞിട്ട് ഇവിടെ ഒരു ആൻറ്റി ക്വാർക്ക് ഉണ്ടാവും, ഒരു ജി ബാർ, ഇവിടെ ഒരു ക്വാർക്ക് ഉണ്ടാവും, സം ജി, ഒരു ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയർ ഉണ്ടാവും. ഓക്കെ, സോ ഇത് വീണ്ടും പഴയ സിസ്റ്റങ്ങളായിട്ട് നിലനിൽക്കും. സോ ഇതിനെന്തില്ല, ഇതിന് ലോങ് റേഞ്ചിൽ യാതൊരു എഫക്റ്റും ഇല്ല. ഇതിനെപ്പോലെ ഇത് നമുക്ക് എത്ര വേണമെങ്കിലും വലിച്ചു നീട്ടാം. ഇലക്ട്രോ മാഗ്നറ്റിക് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും, ഇത് ഇൻഫിനിറ്റ് റേഞ്ച് ആണ്. ഇവിടെ എന്തില്ല, ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ ഈ മാഗ്നറ്റ് മുറിയുന്നത് പോലെ ഇത് ഇങ്ങനെ വേറെ ഇതിൻ്റെ ഇടയിൽ ഒരു ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയർ ഉണ്ടായിട്ട് ഇതിങ്ങനെ കുഞ്ഞു സാധനങ്ങളായിട്ട് നിലനിൽക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൾസോ ദ പ്രോപ്പർട്ടി ഓഫ് എ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ക്വാർക്ക് ഡൈനാമിക്സ് which makes the strong nuclear force much different, unlike the ഇലക്ട്രോമാഗ്നറ്റിക് പോലെ അല്ലാതെ അതിനെ മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അതിൻ്റെ ഈ ഡൈനാമിക്സ് ആണ്. ഇതും കൂടെ നിങ്ങൾ ക്വാർക്ക് ഡൈനാമിക്സ് പറയുമ്പോഴോ ഈ പറയുന്ന ഗ്രാൻഡ് യൂണിഫിക്കേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ചിത്രങ്ങളൊക്കെ ഗ്രാൻഡ് യൂണിഫിക്കേഷനിൽ ആഡ് ചെയ്യാം, കാരണം നമുക്ക് സ്ട്രോങ്ങിൻ്റെ ഒരു ബിഹേവിയർ പറയുന്നത് ഈ ചിത്രങ്ങളിലൂടെയാണ്. ഓക്കെ, ദിസ് ഈസ് ഫിഗർ 18.36. ഇതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് പാർട്ടിക്കുലർ പോർഷൻ. ഓക്കെ, സോ അടുത്തത് നമ്മൾ 2 ക്ലാസ്സുകളാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്രോബബിളി ഒന്ന് ശനിയാഴ്ചയും ഒന്ന് ഞായറാഴ്ചയായിരിക്കും എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓരോ മണിക്കൂറിൻ്റെ 2 ക്ലാസ്. അതിൽ നമുക്ക് ന്യൂക്ലിയർ, ആസ്ട്രോഫിസിക്സ് ഒരു വിധത്തിൽ പറഞ്ഞ് ഒപ്പിക്കാം. ഓക്കെ, അതുപോലെ ഞാൻ CPT തിയറത്തിൻ്റെ ഒരു നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് 2 ദിവസത്തിനുള്ളിൽ തരാം. ഓക്കെ, തൽക്കാലം നിർത്തട്ടെ. ഓക്കെ, കേട്ടില്ല. സെന്റ് പോൾസ് സെന്റ് പോൾസിൽ